ഹലോ ഹായ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് വീണ്ടും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലത്താണ്. ഇങ്ങനൊക്കെ കാണിച്ചാൽ മനസ്സിലാവുന്നില്ല, ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരെയായിട്ട്. ഇവരെ നിങ്ങൾ കണ്ട ഓർമ്മയുണ്ടാവും, വേറെ ആരുമല്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡെൽവിനും ക്രിസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഡെൽവിൻ്റെ നാടായിട്ടുള്ള ഇടുക്കിയിൽ വന്നു. ഇടുക്കിയിൽ വന്നപ്പം അന്ന് ഒരു വ്ളോഗ് നമ്മൾ ചെയ്തിരുന്നു. ഡെൽവിൻ്റെ നാടിനെ പറ്റിയൊക്കെയുള്ള കുറേ വ്ളോഗുകൾ നമ്മൾ ചെയ്തിരുന്നു, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരാളും കൂടെ കൂടി, വേറെ ആരും അല്ല, എൻ്റെ ഭാര്യയാണ്, അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലി ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ ചെക്ക് ഡാമിൻ്റെ ഈ പരിസരത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ പണ്ടത്തെ കുറേ ഓർമ്മകൾ ഞങ്ങളിങ്ങനെ പുതുക്കി. ഡെലിവറി ക്രിസ്റ്റിയാണോ എന്ന് ഭയങ്കര ചിരിയാണ്. എടാ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൂടി വരും. അടുത്ത ബ്ലോഗ് ആകുമ്പോൾ ഇത് 4 5 ആവും. അപ്പൊ അന്നെന്ന് പറയുമ്പം നമ്മുടെ പഞ്ചാബിൽ നമ്മുടെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന ദേവയും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ അയവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് കുറേ ഗ്യാപ്പ് എടുത്തു പോയി. ഇടയ്ക്കൊന്നും വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓർമ്മ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് പെട്ടെന്ന് തോന്നി. അങ്ങനെ ചെയ്യുന്നൊരു സഡൻ വീഡിയോ ആണിത്. സോ ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ട് വീണ്ടും ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടിയാണ്. വേറൊന്നുമല്ല, ഒരു പക്ഷേ അന്ന് ഈ വീഡിയോയിൽ കാണിച്ച ഡെൽവിൻ്റെ വീടും പരിസരമൊക്കെയുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഡെൽവിൻ്റെ ആ വീടൊക്കെ ഒന്ന് റിനോവേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഞങ്ങളുടെ ഒരു ലാസ്റ്റത്തെ ഒരു കൂടിക്കാഴ്ച കൂടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടുക്കിയിലോട്ട് ഇങ്ങനെ വന്ന സമയത്താണ് ഡെൽവിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ക്രിസ്റ്റി ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽ. കേറ് അഞ്ജലി ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് നമ്മുടെ തമിഴ്. അന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദേവേന്ദ്ര ഈ മോട്ടറിനെ പറ്റിയൊക്കെ കുറേ സംസാരിച്ചിരുന്നു. ഇവിടെ ഈ ഒരു ഫീൽഡിലായിരുന്നു അന്ന് നമ്മൾ കൃഷിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഇറക്കിയിരുന്ന ഒരു ഫീൽഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ അന്നൊരു കുളം നമ്മൾ ഉണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ ആ വീഡിയോയിൽ കാണിച്ചു തരുന്ന ആ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ എന്താ തോന്നുന്നു ഇവിടെ വന്നിട്ട്? This is very beautiful. നമ്മളൊരു നഗരപ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള പച്ചപ്പും തണുപ്പും മഴയും കുളിരും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നെൽപ്പാടങ്ങളിൽ ഇവിടെ കുറെ പുല്ലുകളാണ് മുളച്ചിരിക്കുന്നത്. പിന്നെന്താ, എന്റെ കട്ടപ്പന ഇടുക്കിയിലോട്ടുള്ള ആദ്യത്തെ വരവാണിത്. അപ്പോൾ ഭയങ്കര നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ് പീപ്പിൾ. ഡെൽവിന്റെ നാട് എന്തെങ്ങനെയുണ്ട്? ഒരുപാട് കേട്ടിട്ടല്ലേ ഉള്ളു നീ? ഒരുപാട് നല്ല സ്ഥലങ്ങൾ, നല്ല ആൾക്കാര്, ഏലത്തോട്ടം, കുറെ ഏലത്തോട്ടം ഉണ്ട്, നെൽവരമ്പുകള്. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് അവിടെ കാണാൻ ഒരു കച്ചി പിടിച്ചോണ്ട് ഒരു ചേട്ടൻ പോണത്. ചേട്ടൻ പശുവിന് പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറിച്ചോണ്ട് പോകുന്നത്. അന്ന് നമ്മൾ വന്നപ്പോൾ അതേ പറമ്പിൽ ഇങ്ങനെ വന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ വഴി കാണുന്നില്ല, ഒരു കാട് മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് നോക്കട്ടെ, വീട് അതിൽ പോകുന്നുണ്ട്, പോയി നോക്കാം. വീടെടുത്ത് പാടും. നല്ല രസമുണ്ട്. നല്ല ഇരുണ്ട വഴിയാണ്. നമ്മള് പറമ്പിൽ നിന്ന് കയറിയിട്ട് നേരെ ഏലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഇനി വലിയൊരു കയറ്റാണ്. ഇതാണ് പറയുന്നത്. എങ്ങനെ ക്രിസ്റ്റി അന്നത്തെ ഈ ഒരു കേട്ടിറക്കം? അടിപൊളിയാണ്. പണ്ടത്തെ പ്രായമൊന്നുമല്ല, അന്നത്തെ നമ്മുടെ ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള വഴികളായിരുന്നു ഇതൊക്കെ. ഒരുപാട് ഓർമ്മകൾ അല്ലേ ക്രിസ്റ്റി? എത്ര വട്ടം നമ്മളിവിടെ വന്നിട്ടുണ്ട്? അന്ന് ദേവേന്ദ്ര മാങ്ങയെപ്പറ്റി കുറേ സംസാരിച്ചിരുന്നു. അത് ഈ മാവായിരുന്നു. ഇവിടെയായിട്ടായിരുന്നു ആ മാവ് നിന്നിരുന്നത്. നമ്മൾ
ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഈ വട്ടം തിരിച്ച് കയറി പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, എന്നാലും വീണ്ടും വീണ്ടും ഏലം ഇങ്ങനെ ഉണ്ടായി വരുന്നു. നമ്മളങ്ങനെ ഏലക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും റോഡ് കാടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ട്രോളാനുള്ള വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആണ് അന്നത്തെ നമ്മുടെ ഡെൽവിൻ്റെ വീട്. ക്രിസ്റ്റി എന്തോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ക്രിസ്റ്റി? അതെ, സസ്റ്റൈനബിൾ ഫെൻസിങ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ചെമ്പരത്തി കൊണ്ടുള്ള വേലികൾ. നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയൊരു സ്ക്രൂ ഇളകി പോയപ്പോൾ ഡെൽവിന് കുറേ ടൂൾസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. ഡെൽവിൻ്റെ ബദാം മരം. ഡെൽവിൻ്റെ ബദാം മരം. അന്നത്തെ ബദാം മരം ഇത്രയും വലുതായി. അപ്പം വേറൊന്നുമില്ല, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.